പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ യുദ്ധം. കോഴിക്കോട് അവരുടെ പാർട്ടി ഓഫീസിന് പുറത്താണ് കുറുവ സംഘമായി മാറിയിരിക്കുന്നു. സേവ് BJP എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിലവിലിപ്പോൾ സംഘടനയുടെ പക്ഷങ്ങൾ നോക്കുമ്പോൾ തൃശ്ശൂരും കോഴിക്കോടും ആണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്ത് നിൽക്കുന്നത്. അപ്പുറത്ത് മറ്റെല്ലാ ജില്ലാ ഘടകങ്ങളും കെ സുരേന്ദ്രനൊപ്പമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഇതിലെ ഒരു രീതി എന്നുള്ളത്. BJP സംസ്ഥാന നേതൃയോഗമായിരുന്നില്ല ഇന്ന് നടന്നത് എന്ന് തന്നെയാണ് നേരത്തെ ഉണ്ണിപാർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ പുറകിൽ ശില്പശാല എന്ന് എഴുതിയിരിക്കുന്നു. നേതാക്കൾ MT രമേശ് അടക്കമുള്ള നേതാക്കൾ, രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വന്നില്ല എന്ന് പറയുമ്പോൾ 14ഓളം പേർ ഇങ്ങനെ വിട്ടുനിന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഈ നേതാക്കളും. അവർക്ക് ഇന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയം, അതിനുണ്ടായ കാരണങ്ങൾ, അത് വിശകലനം ചെയ്യുന്ന ഒരു യോഗമായിരുന്നില്ല ഇന്ന് നടന്നത്. അത് വിശകലനം ചെയ്തേക്കും എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇന്നലെ നടത്തിയ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം, അതിനു മുമ്പ് പാലക്കാട് നഗരസഭ അധ്യക്ഷൻ നടത്തിയ പ്രതികരണം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നേതൃയോഗത്തിൽ അതുകൂടി ചർച്ചയാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ആ ചർച്ചയിലേക്കല്ല, പകരം മുനമ്പം വിഷയത്തിൽ നടത്താനിരിക്കുന്ന സമരങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇന്നത്തെ യോഗം എന്നുള്ളതാണ്. ഈ പറയുന്ന എതിരഭിപ്രായമുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത്. ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നേതാക്കൾ നടത്തുന്ന തന്ത്രങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിപ്പോൾ പാലക്കാട്ടെ പരാജയം ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ച് അതിന്മേൽ ഒരു നടപടി സാധ്യമാകുമോ എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ജില്ലാ പ്രസിഡന്റുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും പിന്തുണ ഉള്ളവർക്കാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാനാവുക. ആ പിന്തുണ യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രന് ഒപ്പമുണ്ട്. ആരാണോ പ്രസിഡന്റ് അവർക്കൊപ്പം സംഘടന നിൽക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള രീതി. ഇപ്പോൾ ജനുവരിയിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ടേമിലേക്ക് വേണമെങ്കിൽ കെ സുരേന്ദ്രന് വരാമെന്നുള്ളതാണ്. പക്ഷേ നഡ്ഡ ദേശീയ അധ്യക്ഷൻ തന്നെ ഒഴിഞ്ഞ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതൃസ്ഥാനം മാറ്റേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി ദേശീയ തലത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ മാറും. ഇപ്പോൾ V മുരളീധരനും കെ സുരേന്ദ്രനും രണ്ടായി മാറിയോ എന്ന ചർച്ചകളാണല്ലോ നടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ സമ്മേളനത്തിലും കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒരു അടവ് നയമായി തന്നെ വിലയിരുത്തുന്നവരുമുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുരേന്ദ്രനൊപ്പമുള്ള കുറച്ചു പേർക്കെങ്കിലും ഉണ്ടായിരിക്കുന്ന എതിരഭിപ്രായം അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നു എന്ന് കാണിക്കുക. പക്ഷേ അതേസമയം ആ പക്ഷം അവർക്കൊപ്പം തന്നെ നിലനിർത്തുക, അങ്ങനെ ഒരു തന്ത്രമാണ് എന്ന രൂപത്തിൽ വിലയിരുത്തുന്നവരുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ക്ലെയിം വെക്കാവുന്ന ഒരാൾ എന്നുള്ളത് MT രമേശാണ്. പക്ഷേ MT രമേശിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട്, ഇവിടെ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് BL സന്തോഷിന് സ്വീകാര്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു പേരുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രന് ഈ തരത്തിൽ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വീകാര്യത ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രകാശ് ജാവ്ദേക്കറിന് രമേശിനോട് താല്പര്യമുണ്ട് എന്ന് പറയുന്നു. RSSനും MT രമേശിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്ക് ആ പിന്തുണ താല്പര്യം ഇല്ല. അപ്പോൾ MT രമേശിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു. കൂടുതൽ ജില്ലാ ഘടകങ്ങൾ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു. അപ്പോൾ അതിന് ഒരു വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന അടിയും. അതിൽ നഗരസഭാ അധ്യക്ഷ മറ്റു പാർട്ടികളിലെ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ BJP പ്രവർത്തകർ ബഹളമുണ്ടാക്കിയപ്പോൾ ആ രൂപത്തിലേക്ക് അവിടെ മാറിയിരിക്കുന്നു. അപ്പോൾ നഗരസഭയിൽ കൗൺസിലർമാർ ആർക്ക് വേണ്ടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് എന്ന സംശയം വരികയാണ്. 18ഓളം കൗൺസിലർമാർ ഇപ്പോൾ സംശയത്തിന് നിഴലിലാണ്. BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ, 40ഓളം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് MPയുമായി ബന്ധപ്പെട്ടു എന്ന അടക്കമുള്ള ചില ആരോപണങ്ങൾ CPM ക്യാമ്പിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അതാരൊക്കെയാണ്? അത് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഏതായാലും പാലക്കാട് 1500 വോട്ടുകൾ നോട്ടയ്ക്ക് പോയി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നഗരസഭയിൽ വോട്ട് നഷ്ടപ്പെട്ടു എന്നൊരു കാര്യം നിൽക്കുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ വോട്ട് നേടിയിട്ടുണ്ട്. മിക്ക ജില്ലകളിലും വോട്ട് ശതമാനം ഉയർത്താനായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കെ സുരേന്ദ്രൻ ആ നിലയ്ക്ക് സംസ്ഥാന
സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നേട്ടമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ കൃഷ്ണദാസിനും വി മുരളീധരനും സാധ്യതയുണ്ട്. വി മുരളീധരൻ ഇപ്പോൾ ഞാനില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴും ആ ഒരു ഗ്രൂപ്പിന് സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിന് തന്നെ ആ സ്ഥാനം ലഭിക്കുക എന്നൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിപ്പോൾ പരസ്യ പോരിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ അത് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ യോഗത്തിൽ ആ ചർച്ച നടന്നിട്ടില്ല. ഇന്നത്തെ ദിവസം തന്നെയാണ് വയനാട്ടിൽ ഒരു കൊഴിഞ്ഞുപോക്ക് നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടുത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. കെ സുരേന്ദ്രനെ എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിട്ടാണ് പോയിരിക്കുന്നത്. KP മധു BJP വിട്ടു. പാർട്ടിയിൽ അടിമുടി ഗ്രൂപ്പിസം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സുരേന്ദ്രൻ പക്ഷം കൃഷ്ണദാസ് പക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പാർട്ടി വിടുന്നവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്നു, പാർട്ടിക്കകത്തെ ചേരിതിരിവ് പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ BJP വിഷയം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ആ തർക്കം ബഹളം തുടരുകയാണ്. അത് കുറച്ചു ദിവസത്തേക്ക് മാത്രം തുടരുന്നതാണ്. ആ പൊട്ടിത്തെറി വലിയ രൂപത്തിലേക്ക് മാറുമോ എന്നൊക്കെ വരും ദിവസങ്ങൾ അറിയാം. ഏതായാലും നിലവിൽ പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.